സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ഭാഗ്യാന്വേഷികളുടെ ഉറക്കം കെടുത്തുന്ന ഒന്നാണ് ഓണം ബമ്പർ. ഓണം ബമ്പർ ലോട്ടറിയുടെ വിൽപ്പന പൊടിപൊടിക്കുകയാണ് നിലവിൽ. ഭാഗ്യാന്വേഷികൾ ഇക്കുറി കാര്യമായ പ്രതീക്ഷയിൽ തന്നെയാണ്. ആരാണ് ആ ഭാഗ്യശാലി? ഭാഗ്യാന്വേഷികൾ ഇക്കുറി കാര്യമായ പ്രതീക്ഷയിൽ തന്നെയാണ്. സംസ്ഥാനത്തെ ഭാഗ്യാന്വേഷികളുടെ ഉറക്കം കെടുത്തുന്ന ഒന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഓണം ബമ്പർ. ഓണം ബമ്പർ ലോട്ടറിയുടെ വിൽപ്പന അതിനാൽ തന്നെ പൊടിപൊടിക്കുകയാണ്. സംസ്ഥാനത്ത് നിരവധി ഭാഗ്യാന്വേഷികളാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. കാരണം അവർ കാത്തിരിക്കുന്ന 30 കോടി തുക അതുതന്നെയാണ് അതിലെ പ്രധാന ഹൈലൈറ്റ്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ഇത്തവണ ഓണം ബമ്പറിന് വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് സമ്മാനത്തുകയിലെ മാറ്റം തന്നെയാണ്. കഴിഞ്ഞ വർഷം 25 കോടിയായിരുന്നു സമ്മാനത്തുക. എന്നാൽ ഗണ്യമായ വർധനവ് കൊണ്ട് തന്നെ എല്ലാവരും നറുക്കെടുപ്പിനായി കാത്തിരിക്കുകയാണ് ഇത്തവണ. വർഷത്തിൽ ലക്ഷക്കണക്കിന് ടിക്കറ്റുകൾ വിറ്റഴിക്കുന്ന ഓണം ബമ്പർ എടുക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല എന്ന് വേണമെങ്കിൽ കരുതാം. ഒറ്റയ്ക്കോ കൂട്ടമായോ ബന്ധുക്കളൊക്കെ ചേർന്നോ ഇതിനായി ഒരുങ്ങിയിറങ്ങാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഏത് നമ്പറിൽ ടിക്കറ്റ് അടിക്കുമെന്നുള്ള പ്രവചനങ്ങൾക്ക് യാതൊരു പ്രസക്തിയും ഇന്നില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ജ്യോതിഷത്തിലൂടെ അതിനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ്. പക്ഷേ ജ്യോതിഷികൾക്ക് പോലും പ്രവചിക്കാൻ സാധിക്കുന്നതിലപ്പുറമാണ് ഇപ്പോൾ ലോട്ടറി വിൽപ്പന തകൃതിയായി നടക്കുന്നത്. അതുകൊണ്ട് ഭാഗ്യാന്വേഷി എവിടെയാണെന്ന് കണ്ടെത്താൻ ആർക്കും സാധിക്കില്ല. ഓണം ബമ്പർ ലോട്ടറിയുടെ വിൽപ്പന പൊടിപൊടിക്കുകയാണ് ഇപ്പോൾ. ഈ വർഷം 500 രൂപയായിരുന്നു ഓണം ബമ്പർ ടിക്കറ്റിന്റെ വില. സമ്മാനത്തുക വർദ്ധിച്ചെങ്കിലും ലോട്ടറി വിലയിൽ മാറ്റമില്ലാത്തത് വലിയ ആശ്വാസമായിരുന്നു. ബമ്പറിന്റെ ഒന്നാം സമ്മാനം 30 കോടിയായി ഉയർത്തിയെങ്കിലും മൂന്നാം സമ്മാനം 50 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷത്തിലേക്ക് കുറച്ചിട്ടുണ്ട്. ഇതാണ് വിലയിൽ മാറ്റമുണ്ടാവാതിരിക്കാനുള്ള പ്രധാന കാരണമായി പറയുന്നത്. രണ്ടാം സമ്മാനമായി 20 പേർക്ക് 1 കോടി വീതമാണ് ലഭിക്കുക. നാലാം സമ്മാനമാകട്ടെ 5 ലക്ഷം വീതം 10 പേർക്കും കിട്ടും. സെപ്റ്റംബർ 28-നാണ് ഓണം ബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പ് തീരുമാനിച്ചത്. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഗോർഗി ഭവനിൽ വെച്ചാണ് നറുക്കെടുപ്പ്. എന്തായാലും ഭാഗ്യാന്വേഷികൾ ഇക്കുറി കാര്യമായ പ്രതീക്ഷയിലാണ്. എന്നാൽ പലർക്കും ആശങ്കയുണ്ട് സമ്മാനം കേരളം വിട്ടു പോകുമോ എന്ന്. കാരണം മുൻകാല ചരിത്രങ്ങളിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിന് പുറത്തുനിന്നും ടിക്കറ്റ് എടുക്കാൻ വൻ തിരക്കാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നതെന്ന് വിവിധ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ലോട്ടറിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിൽക്കുകയാണ്. ലോട്ടറി സമ്മാനത്തുകയിൽ നിന്ന് 10% തുകയാണ് ഏജന്റ് കമ്മീഷനായി നൽകേണ്ടത്. 30 കോടിയുടെ 10% എന്ന് പറയുമ്പോൾ അത് 3 കോടി രൂപയാണ്. 30 കോടിയിൽ നിന്ന് 3 കോടി രൂപ പോയാൽ ബാക്കിയുള്ളത് 27 കോടി രൂപയായിരിക്കും. ആ തുകയിൽ നിങ്ങൾക്ക് സമ്മാനത്തുക നികുതി നൽകണം. 30%ആണത്. 27 കോടിയുടെ 30% പോയാൽ ബാക്കിയുണ്ടാകുക 18 കോടിക്ക് മുകളിലാണ്. ഇനി ഈ തുകയിൽ നിന്ന് സർചാർജ്, സെസ് എന്നിവയെല്ലാം നൽകണം. ആരോഗ്യ വിദ്യാഭ്യാസ സെസ് 4% ഈടാക്കുന്നത്. അതായത് ഏകദേശം 15% സർചാർജ് വരുന്നത്. ഏകദേശം 2 കോടി രൂപ അങ്ങനെയും പോകും. ഇതിനെല്ലാം ശേഷം ബാക്കിയുണ്ടാകുക 15 കോടി രൂപയായിരിക്കും. എന്നാൽ ഈ തുകയ്ക്ക് നിങ്ങൾ എല്ലാ വർഷവും നികുതിയും നൽകണം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.